നമസ്കാരം കേട്ടോ. 35 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ഭാര്യ പെട്ടെന്ന് മരിക്കുകയാണ്. ഒരു ആൺകുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ആ ഭാര്യയിൽ നിന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരും പറഞ്ഞു നിങ്ങളൊരു കല്യാണം കഴിക്കണം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ചെറുപ്രായമാണുള്ളത്. പക്ഷേ ഇയാൾ കൂട്ടാക്കിയില്ല. ഇയാൾ പറഞ്ഞു എനിക്ക് എൻ്റെ ഭാര്യ തന്നു പോയ സമ്മാനമാണ് എൻ്റെ ഈ ആൺകുഞ്ഞ് എന്നുള്ളത്. അങ്ങനെ ആൺകുഞ്ഞിനെ വളർത്തി വലുതാക്കി എടുത്തുകൊണ്ട് ഒരുപാട് കഷ്ടപ്പാടൊക്കെ സഹിച്ചുകൊണ്ട് വളർത്തി വലുതാക്കി എടുത്തു. ഇദ്ദേഹം ഒരു വലിയ ബിസിനസ്സിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഉടമയും കൂടെ ആയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ബിസിനസ്സെല്ലാം പഠിപ്പിച്ചു. മകനെ ബിസിനസ് ഇദ്ദേഹം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, മകനെ നിന്നെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കാൻ പോവുകയാണ് ഞാൻ. കാരണം നിനക്കൊരു തുണ വേണം, നിനക്കൊരു കല്യാണം കഴിക്കാൻ പ്രായമായിരിക്കുന്നതെന്ന്. അങ്ങനെ മകനെ വിളിച്ചു, കല്യാണം ഉറപ്പിച്ചു, കല്യാണം കഴിച്ചു കൊടുത്തു. അവിടെ തന്നെ സ്വന്തം നാട്ടിൽ തന്നെ ഒരു പെൺകുട്ടിയെ കണ്ട് നല്ല സന്തോഷമായിട്ട് ആർഭാടമായിക്കൊണ്ട് തന്നെ കല്യാണങ്ങളൊക്കെ നടത്തി കേട്ടോ. അതിനുശേഷം ഈ കല്യാണം സന്തോഷമായിട്ട് ജീവിച്ചു പോരുന്ന ഇടയ്ക്ക് എന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും ലഞ്ച് കഴിക്കുന്നതും അതുപോലെ തന്നെ വൈകിട്ട് ഭക്ഷണം കഴിക്കുന്നതും എല്ലാം ഇവർ ഒരുമിച്ചിരുന്നു കൊണ്ടാണ്. ഒരിക്കലും പ്രാതൽ കഴിക്കാൻ വേണ്ടിയിട്ട് മകൻ ഒന്ന് വൈകിപ്പോയി. അച്ഛൻ ആദ്യം വന്ന് പ്രാതൽ കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു മേശപ്പുറത്ത് ഇരുന്നപ്പോൾ ഈ ഭാര്യ എന്ന് പറയുന്ന മകൻ്റെ ഭാര്യ എന്ന് പറയുന്ന മരുമകൾ ഈ അദ്ദേഹത്തിന് കട്ടൻ ചായയാണ് കൊണ്ടു കൊടുത്തത്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, മകളെ ഇവിടെ പാലില്ല, എനിക്കൊരു ഗ്ലാസ് പാല് കുടിക്കാൻ വേണം, അതാണ് എനിക്കിപ്പോൾ ആഗ്രഹമെന്ന്. ഈ മരുമകൾ എടുത്തിട്ട് പറഞ്ഞു, എൻ്റെ ഇവിടെ ഇപ്പോൾ പാലൊന്നും ഇല്ല, പാലെങ്ങനെയാണ്, പാലെല്ലാം തീർന്നിട്ടുണ്ടോ എന്ന്. അങ്ങനെ അച്ഛൻ ആ കട്ടൻ ചായയും കുടിച്ച് ആ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് എണീറ്റ് പോയി. അതിനുശേഷം മകൻ വരികയാണ്. മകൻ ഇതെല്ലാം അപ്പുറത്ത് ഡ്രസ്സ് മാറുന്ന തിരക്കിലായിരുന്നു ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള. ആ സമയത്ത് ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു, ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ മകൻ വന്നിരുന്ന സമയത്ത് മകന് നല്ല പാലിട്ട കട്ടിയിലുള്ള ചായയൊക്കെ കൊടുത്തിട്ട് ഭാര്യ സൽക്കരിക്കുകയാണ്. മകൻ്റെ ഈ കാര്യം മകൻ്റെ തലയിൽ അങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ട് നിന്ന് മനസ്സിലും ഇത് എന്തുകൊണ്ടാണ് ഇവളിങ്ങനെ ചെയ്തത് എൻ്റെ അച്ഛനോട് എന്ന്. അതിനുശേഷം അച്ഛൻ്റെ ഓഫീസിൽ പോയി ഇദ്ദേഹത്തിന് ജോലി എടുക്കാൻ പറ്റുന്നില്ല, തിരിച്ചു വന്ന് വീട്ടിലൊന്ന് കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛനോട് മോൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് തന്ന ഈ ബിസിനസ്സും കാര്യങ്ങളെല്ലാം തന്നെ ഈ സൗഭാഗ്യങ്ങളെല്ലാം തന്നെ ഞാൻ അച്ഛനാണ് തിരിച്ചു തരികയാണ്. അച്ഛൻ ഇത് നോക്കി നടത്തിക്കൊണ്ടാൽ മതി, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. കാരണം എനിക്കൊരു സാധാ എംപ്ലോയി ആയിക്കൊണ്ട് അച്ഛൻ്റെ ഒരു ജോലിക്കാരനായിക്കൊണ്ട് ഇവിടെ നിന്നാൽ മതി. ഞാൻ ഈ വീടിൽ നിന്നും പുറത്തു പോവുകയാണ്. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും പുറത്ത് ജീവിക്കുന്നതിന് വേണ്ടി ഒരു വാടക വീട് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോവുകയാണെന്ന്. അച്ഛൻ പറഞ്ഞു, എന്തിനാ മോനെ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഇട്ടിട്ട് നീ എൻ്റെ അടുത്ത് നിന്ന് പോകുന്നതെന്ന്. അപ്പോൾ മകൻ പറഞ്ഞു, അത് സാരമില്ല അച്ഛൻ എന്ന് പറഞ്ഞിട്ട് പുറത്ത് വീടെടുത്തു അവിടെ താമസിക്കാൻ തുടങ്ങി. ഭാര്യ ഒരുപാട് മുറുമുറുത്തു കേട്ടോ, പക്ഷേ ഇതിനൊന്നും കൂട്ടാക്കിയില്ല. അങ്ങനെ ഒരു പെറ്റത്തെ ആഴ്ച വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇനി ഒരു കല്യാണം കഴിക്കണം, കാരണം ഇനി ഇങ്ങനെ നിന്നാൽ പറ്റില്ല എന്ന്. അച്ഛൻ പറഞ്ഞു, ഇത്രയും കാലം ആയ കാലത്ത് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റിയിട്ടില്ല, ഞാനത് തീരുമാനിച്ചിട്ടുമില്ല, ഇനി ഇപ്പം നിനക്കൊരു അമ്മയെ ആവശ്യമുണ്ടോ എന്ന്. ആ സമയത്ത് മകൻ പറഞ്ഞത് എന്താണെന്നറിയോ, നിങ്ങൾക്ക് നിങ്ങളുടെ കാലത്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് പാല് വേണമെന്ന് പറഞ്ഞാൽ ആ പാലെടുത്ത് തരുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ നമ്മുടെ വീട്ടിൽ വേണം ഇനി എന്നുള്ളതാണ്. അവൻ ആ പാലിൻ്റെ കഥ അച്ഛനോട് പറയുകയായിരുന്നു. ആ സമയത്ത് അച്ഛന് വല്ലാതെ വിഷമം തോന്നി കേട്ടോ. അച്ഛന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാര്യ വേണം, ഒരു അമ്മ വേണമെന്നുള്ളത് മകൻ തീരുമാനിച്ചു. അങ്ങനെ അച്ഛനെ കൊണ്ട് കല്യാണമൊക്കെ കഴിപ്പിച്ചു, അത് വേറെ കാര്യം. പക്ഷേ മരുമകളോട് ഈ കാര്യം പറഞ്ഞിട്ട് അപ്പോഴാണ് മരുമകളോട് പറയുന്നത്, എൻ്റെ അച്ഛനെ കൊണ്ട് ഞാൻ ഇങ്ങനെ കല്യാണം കഴിപ്പിച്ചത് കാരണവും അതുപോലെ തന്നെ നമ്മൾ വീട് വിട്ടിറങ്ങാനുള്ള കാരണം ഇത് തന്നെയായിരുന്നു, നീ അന്ന് ചെയ്തതിൻ്റെ കാരണം ഞാൻ ഇപ്പം നിന്നോട് പറയുകയാണെന്ന്. ഇതിലൊരു മോറൽ ഉണ്ടെന്ന് കേട്ടോ. ഭാര്യ പറയുന്നത് കേട്ടല്ലേ, ഭാര്യ ചെയ്യുന്നതൊക്കെ നമ്മൾ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് ഈ ഭാര്യമാരായ സ്ത്രീകൾ നിങ്ങൾ ശരിക്കും ഇത് മനസ്സിലാക്കണം കേട്ടോ. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾക്ക് ഒരു ഉപകാരത്തിൽപ്പെടാത്ത രീതിയിൽ എപ്പോഴും പ്രശ്നങ്ങളും ക്ലാഷും ഉണ്ടാകുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിക്കൊണ്ടുപോകുമെന്നുള്ളതാണ്. സ്വന്തം അമ്മയെപ്പോലെ സ്വന്തം അച്ഛനെപ്പോലെ വന്നു കയറിയ വീട്ടിൽ അച്ഛനെയും അമ്മയും സ്നേഹിക്കാനും സന്തോഷിക്കാനും ഒരുമിച്ച് ജീവിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരോടും ഒരുപാട് സ്നേഹം മാത്രം. താങ്ക് യു.